ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കാൻ പോകുന്ന ബീഫ് പെരലിന് വേണ്ടി നമുക്ക് വേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു 1.5 കിലോ ബീഫ്, പിന്നെ 4 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതിൽ കൂടെ നമ്മൾ എടുക്കുന്നത് ഇഞ്ചി 2 ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 4 പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത്, ഒരു 1/2 കപ്പ് കോക്കനട്ട് പീസസ്, പിന്നെ ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1.5 ടീസ്പൂണ്, മല്ലിപ്പൊടിയും 2 ടീസ്പൂണ്, പിന്നെ പെരിഞ്ജീരകവും കുരുമുളകും കൂടി ഓരോ ടീസ്പൂണ് പൊടിച്ചെടുത്തത്. ആദ്യം കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1.5 കിലോ ബീഫ് ആഡ് ചെയ്യാണ്. ബീഫിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും ഒരു 2 സവോളയുടെ ഉള്ളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ബാക്കിയുള്ള സവോള നമ്മൾ വഴറ്റുമ്പം ഇടുന്നതായിരിക്കും. അടുത്തതായി കുറച്ച് ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു പകുതിയോളം ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് വെളുത്തുള്ളി. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാം പകുതി ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. ബാക്കി പകുതി നമ്മൾ എല്ലാം കഴിഞ്ഞ് ചീനച്ചട്ടിയിൽ വഴറ്റുമ്പോൾ ഇടുന്നതായിരിക്കും. ചുവന്നുള്ളി ആഡ് ചെയ്യാം. പച്ചമുളക് മൊത്തം ആഡ് ചെയ്യാവുന്നതാണ്. എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ മൊത്തത്തിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാവുന്നതാണ്. ഞങ്ങൾ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് എന്താണ് അതിൻ്റെ ഒരു ക്രമം എന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്കും ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് നാരങ്ങ നീരും കൂടി നമ്മൾ പിഴിയുന്നതാണ്. ഇതിന് പകരം വിനെഗർ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഒരു ടീസ്പൂൺ വിനെഗർ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ടിത് നല്ലവണ്ണം കുഴച്ചെടുക്കുക. മസാലയും ഉള്ളിയെല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. ഈ ബീഫ് നമ്മൾ കുക്കറിൽ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബീഫ് തന്നെ ഓൾറെഡി നമ്മൾ ഒരു വെള്ളത്തിൻ്റെ അംശമുള്ളത് കാരണം ആ വെള്ളത്തിൽ തന്നെ മെല്ലെ വെന്ത് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം. ലോ ഫ്ലെയിമിൽ 3 വിസിലാണ് നമ്മൾ വെക്കുന്നത്. കുക്കറിൽ 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചട്ടി ചൂടാക്കി ബാക്കിയുള്ള ചേരുവകൾ വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നല്ലോണം അങ്ങ് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് എല്ലാം ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് ചുവന്നുള്ളി നമ്മൾ ചേർത്തിരിക്കുന്നു. ഇനി ചുവന്നുള്ളിയും തേങ്ങയും കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ എടുത്തിട്ട് മിച്ചം വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നു. നന്നായി ഇളക്കുക. ഇനി നമ്മൾ നേരത്തെ മിച്ചം വെച്ച ബാക്കി 2 സവോളയുടെ ഉള്ളി കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും പെരിഞ്ജീരകവും ആഡ് ചെയ്യാണ്. നല്ലോണം അങ്ങ് പെരക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 3 വിസിൽ കുക്കറിൽ വെച്ചിട്ട് ഇൻ കേസ് നിങ്ങളുടെ പാകത്തിനുള്ള വേവ് ആയിട്ടില്ല എന്തെങ്കിലും കാരണത്താൽ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് ചട്ടിക്കകത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവനെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം മൊത്തം വറ്റിയാണ്. ഇപ്പം നോക്കാം, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. പക്ഷേ ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളത്തിൽ തന്നെ നമ്മുടെ ചട്ടി നിറയുണ്ട്.
അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഈ വെള്ളം വറ്റി വരുന്നവരെ ചെയ്യുക. ഇടയ്ക്കുന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, പ്രത്യേകിച്ച് ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, കാരണം അടി പിടിച്ച് പോകാൻ പാടില്ല. അപ്പം നമ്മുടെ അടിപൊളി ബീഫ് പെരളൻ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ? നമ്മളതൊന്നും ബ്രെഡിന്റെ കൂടെ അതൊന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളത് ബ്രെഡിലേക്കാണ് ഞാനിത് ഇടാൻ പോകുന്നത്. കാണുന്നുണ്ടോ? ഇതങ്ങ് കൂട്ടി കഴിച്ചാലുണ്ടല്ലോ. പൊറോട്ടയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷെ പൊറോട്ട കിട്ടിയില്ല. ഉച്ച നേരം ആയപ്പോഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടേ അടിപൊളി ബീഫും. എൻ്റെ വൈഫാണ് ഇത് ഉണ്ടാക്കിയത്. നല്ല ബീഫ് പീസുകളും